ഹലോ നമസ്കാരം, എല്ലാവർക്കും M4 ഓട്ടോടെക്കിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഡ്രൈവിംഗ് ടിപ്സാണ് ഇന്ന് വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതായത് ഹാൻഡ് ബ്രേക്കിനെ കുറിച്ചുള്ള ഒരു 5 ടിപ്സുകൾ, ബിഗിനേഴ്സിന് വേണ്ടിയുള്ള ഒരു 5 ടിപ്സാണ് ഞാൻ ഇന്ന് വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ആ ബെൽ ഐക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഹാൻഡ് ബ്രേക്കിൻ്റെ പൊസിഷൻ മുകളിലോട്ട്, ഇതേ കണക്ക് മുകളിലോട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഹാൻഡ് ബ്രേക്ക് ആക്ടിവേറ്റഡ് ആണ്. നേരെ താഴത്തോട്ടാണ് ഹാൻഡ് ബ്രേക്കിൻ്റെ പൊസിഷൻ ഇരിക്കുന്നതെങ്കിൽ, ഇതേപോലെ താഴത്തോട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഹാൻഡ് ബ്രേക്ക് ഡീആക്ടിവേറ്റ് ആണ്. അപ്പം ഇത് നമുക്ക് എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്യാൻ നേരത്തെ ഹാൻഡ് ബ്രേക്ക് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഈ ബട്ടണിൽ അമർത്തേണ്ട യാതൊരുവിധ ആവശ്യമില്ല. നമുക്ക് നേരെ മുകളിലേക്ക് ഉയർത്തി, ഇങ്ങനെ പിടിച്ചുകൊണ്ട് മുകളിലേക്ക് ഉയർത്തിയാൽ മാത്രം മതി. ഇങ്ങനെ ആയിക്കഴിയുമ്പോൾ ഹാൻഡ് ബ്രേക്ക് ആക്ടിവേറ്റഡ് ആണ്. ഇനി ഹാൻഡ് ബ്രേക്ക് ഡീആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ ബട്ടൺ അമർത്തിക്കൊണ്ട് നേരെ താഴത്തോട്ട് ആക്കിയാൽ മതി. പിന്നെ ഇതേപോലുള്ള എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് ഈ ബട്ടൺ അമർത്തിക്കൊണ്ട് മുകളിലോട്ടും താഴത്തോട്ടും ബ്രേക്ക് ഇത് ആക്ടിവേറ്റ് ചെയ്യാനും ഡീആക്ടിവേറ്റ് ചെയ്യാനും സാധിക്കും. ചില അവസരങ്ങളിൽ നമുക്ക് ഹാൻഡ് ബ്രേക്ക് നമ്മൾ ഡീആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ഈ ബട്ടൺ പ്രസ് ആകാതെ ഇരിക്കുകയും നേരെ നമുക്ക് താഴത്തോട്ട് ആക്കാൻ സാധിക്കാതെയും വരും. അങ്ങനെ വരുന്ന സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനു മുമ്പേ നമ്മൾ ഹാൻഡ് ബ്രേക്ക് ആക്റ്റീവ് ആക്കിയപ്പോൾ നല്ല ടൈറ്റിലായിരിക്കും ഇത് വലിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഈ ബട്ടൺ പ്രസ് ആകാൻ സാധിക്കാത്തത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹാൻഡ് ബ്രേക്ക് ലിവറിൽ പിടിച്ചിട്ട് ബാക്കിലേക്ക് ഒന്നും കൂടെ ഒരു സ്റ്റെപ്പും കൂടെ ബാക്കിലേക്ക് വലിയുമ്പം ഈ ബട്ടൺ ലൂസാകും. അതിനുശേഷം ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ട് നേരെ താഴത്തോട്ട് ആക്കിയാൽ മതി. എല്ലാ അവസരങ്ങളിലും നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഫുള്ളായിട്ട് ഡീആക്റ്റീവ് ആയോ എന്നൊന്ന് ശ്രദ്ധിക്കേണ്ടത് നല്ലതായിരിക്കും. അത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിനകത്ത് വണ്ടിയുടെ ഈ മീറ്റർ കാണിക്കുന്ന അതിനകത്ത് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ എന്നാണ് പറയുന്നത്. അതിനകത്ത് ഓരോ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്, ഓരോ സിമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഫ്യൂവല്, പിന്നെ സീറ്റ് ബെൽറ്റ്, ചെക്ക് എൻജിൻ ഓയിൽ, ബാറ്ററി, ഹാൻഡ് ബ്രേക്ക്. ഇവിടെ ഹാൻഡ് ബ്രേക്ക് കാണാം, നമുക്ക് സെൻട്രലായിട്ട് കാണുന്നതാണ് ബ്രേക്ക് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഫുള്ളായിട്ട് ഡീആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ലൈറ്റ് ഓഫാകും. അങ്ങനെ അത് ഓഫാണെന്ന് സ്ഥിരമായിട്ട് നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിനകത്തുള്ള ലൈറ്റുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് നല്ലതായിരിക്കും. പ്രധാനമായിട്ട് നമ്മൾ ഈ ഹാൻഡ് ബ്രേക്കിൻ്റെ ലൈറ്റ് നമ്മൾ വണ്ടി നീങ്ങി കഴിഞ്ഞിട്ടും ഓഫായോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നാലാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ, ഹാൻഡ് ബ്രേക്ക് നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക എന്നാണ്. അതായത് നമ്മൾ മിക്കപ്പോഴും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഹാൻഡ് ബ്രേക്ക് ഒന്ന് ഇതേപോലെ മുകളിലോട്ടും താഴത്തോട്ടും ഒന്ന് ഇങ്ങനെ ആക്കുന്നത് നല്ലതായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹാൻഡ് ബ്രേക്കുകൾ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന ബൗഡൻസിൻ്റെയും സ്പ്രിങ്ങുകളുടെയും സഹായത്തിലാണ്. അപ്പം ഇത് കുറേ നാൾ നമ്മളിങ്ങനെ അനക്കാതെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് തുരുമ്പ് വരാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് സ്റ്റക്കാവും. അപ്പോൾ നമ്മൾ ഡെയിലി പാർക്ക് ചെയ്യുമ്പോഴും യൂസ് ചെയ്യുക. അതുകൂടാതെ തന്നെ ആഴ്ചയിൽ ഒരിക്കലും ഇങ്ങനെ മുകളിലോട്ടും താഴത്തോട്ടും ഹാൻഡ് ബ്രേക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ നാളത്തേക്ക് നമ്മൾ വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്തിടാൻ നേരത്ത് ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്യുന്നത് തെറ്റാണ്. കാരണം ഇതേപോലെ നമ്മൾ ഹാൻഡ് ബ്രേക്ക് ആക്ടിവേറ്റ് ചെയ്തിട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് ബൗട്ടൺസിനും അങ്ങനെ സ്പ്രിങ്ങുകളിലും എല്ലാം തുരുമ്പായിട്ട് സ്റ്റക്കാൻ സാധ്യതയുണ്ട്. പിന്നീട് നമുക്ക് ഇത് ഹാൻഡ് ബ്രേക്ക് ഡീആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അങ്ങനെ അത് നമ്മൾക്ക് ഡീആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പിന്നെ മെക്കാനിക്കലിൻ്റെ സഹായം തേടേണ്ട ആവശ്യം വരും. പ്രധാനമായും ഹാൻഡ് ബ്രേക്കിനെ 3 പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഒന്ന് ഹാൻഡ് ബ്രേക്ക്, എമർജൻസി ബ്രേക്ക്, പാർക്കിംഗ് ബ്രേക്ക്, അങ്ങനെ 3 പേരുകൾ അറിയപ്പെടുന്നു. അപ്പം എമർജൻസി സിറ്റുവേഷനിൽ നമ്മുടെ സർവീസ് ബ്രേക്കിൽ എന്തെങ്കിലും ഡാമേജ് വരുന്ന സമയത്ത് നമുക്ക് ഇത് എമർജൻസി ബ്രേക്കായിട്ട് ഇങ്ങനെ ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ആവശ്യത്തിനനുസരിച്ച് ബ്രേക്ക് അപ്ലൈ ചെയ്യാനും ഡിസെൻഗേജ് ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് ഇതിനെ എമർജൻസി ബ്രേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും നമ്മൾ വണ്ടി സ്കിഡായി വല്ലയിടത്തോട്ടും നമ്മുടെ നിയന്ത്രണം വിട്ടു പോകുന്ന അവസരങ്ങളിലും ഇതേപോലെ ഹാൻഡ് ബ്രേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഈ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴത്തുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.